കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ ലൈൻസ്. Imaginary lines drawn on maps. Imaginary lines connecting places having equal elevation from the sea level. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. Contours are imaginary lines connecting places having equal elevation from the sea level. Sea levelil ninnu equal elevation. എന്താ elevation? Height ആണ്. elevation എന്ന് പറഞ്ഞാൽ ഉയരം, height. Equal elevation ഉള്ള, equal height ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇമേജിനറി ലൈൻസിനെയാണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയാം. ടെക്സ്റ്റിൽ കാണാം. ഇവിടെ കാണിച്ചിട്ടുണ്ട് കോണ്ടൂർ ലൈൻസ്. ഇനി എങ്ങനെ വരയ്ക്കുക എന്നുള്ളതും താഴെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കോണ്ടൂർ ലൈൻസ്. ആരെ വരച്ചിരുന്ന സൂം പോയിട്ടില്ലല്ലോ? ഇല്ല. അത് പഠിച്ചോട്ടാ. Imaginary lines drawn on maps connecting places having equal elevation from the sea level. അല്ലെങ്കിൽ imaginary lines connecting places having equal elevation from the sea level. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ആണ് കോണ്ടൂർ രേഖകൾ.
എഴുതിയൊരു പറഞ്ഞോട്ടാ. Contour line connecting places having equal elevation from sea level. Contour lines connecting places having Imaginary lines connecting the places having equal elevation from the sea level. Contour Imaginary lines are lines connecting imaginary places lines having equal elevation from the sea level. from the sea. Contour lines are the imaginary lines connecting places having equal elevation from the sea level. Contour lines are imaginary lines connecting the places having same elevation from the sea level. Contours lines connecting places having equal elevation from the sea level. Imaginary lines connecting places having equal elevation from the sea level. Imaginary lines connecting those places having equal elevation from the sea level. Imaginary lines. Okay. contour lines connecting places having equal elevation from the sea level. Okay. Contours are imaginary lines connecting places having equal elevation from the sea level. Contours are imaginary lines connecting places having equal elevation from the sea level. Okay. Next question. മീറ്റ് എല്ലാത്തിലും ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇടാത്തുണ്ടോ? മീറ്റ് എല്ലാ ഗ്രൂപ്പിലും ഇട്ടതല്ലേ മീറ്റ്? സീലിട്ടില്ല. സീലിട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ റൂൾസ് കൊണ്ടിരിക്കുന്നല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ സീല് ലിങ്ക് ഇടാൻ വിട്ടുപോയി. പഞ്ചമി കയറിയാ? അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോണ്ടൂർ വാല്യൂസ്, കോണ്ടൂർ മൂല്യങ്ങൾ.
കോണ്ടൂർ മൂല്യങ്ങൾ. ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിനെ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് പറയുന്നു. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കയറി ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് കോണ്ടൂർ ലൈൻസ്? കോണ്ടൂർ രേഖകൾ എന്നാൽ എന്ത്? ഇമേജിനറി ലൈൻസ് connecting places having equal elevation from the sea level. From the sea level. Imaginary lines connecting places having equal elevation from the sea level. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഇതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് കേട്ടാ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഇമേജിനറി ലൈൻസ് connecting places having equal elevation from the sea level. ഇതാണ് കോണ്ടൂർ ലൈൻസ്. ഇനി ആ കോണ്ടൂർ ലൈനിന്റെ മുകളില് അതിന്റെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓരോ കോണ്ടൂർ ലൈനിന്റെ മുകളിലും അതിന്റെ എലവേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനെന്താ പറയാ? Contour values. കോണ്ടൂർ വാല്യൂസ് എന്ന് പറയാ. കോണ്ടൂർ വാല്യൂസ് നമുക്കിവിടെ കാണാം. കോണ്ടൂർ എങ്ങനെ വട്ടത്തിലാ വരയ്ക്കാം, റൗണ്ട് ആയിട്ടാ വരയ്ക്കാം. ഓരോ കോണ്ടൂർ ലൈനിന്റെ മുകളിൽ 500, 600, 700, 800, 900, ഇതെവിടെ 100 അങ്ങനെ എഴുതിക്കണേണ്ട. അതിനെയാണ് കോണ്ടൂർ വാല്യൂസ് എന്ന് പറയാം. കോണ്ടൂർ വാല്യൂസ്, കോണ്ടൂർ മൂല്യങ്ങൾ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിനെ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് പറയുന്നു. The altitude will be marked with each contour line is called contour values. The altitude marked with each contour line is called contour values. The altitude marked with each contour line is called contour value. അതിന്റെ കൂടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈച്ച് കോണ്ടൂർ ലൈനിന്റെ കൂടെ മാർക്ക് ചെയ്തിട്ടുള്ള ആൾട്ടിറ്റ്യൂഡ്, ഉയരത്തെയാണ് കോണ്ടൂർ വാല്യൂ എന്ന് പറയാം. The altitude marked with each contour line are called contour values. ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിനെ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് പറയുന്നു. The altitude marked with each contour line are called contour values. The altitude, ഉയരം, marked with each contour line, ഓരോ കോണ്ടൂർ ലൈനിന്റെ കൂടെയും രേഖപ്പെടുത്തിയിട്ടുള്ള അതിന്റെ ആൾട്ടിറ്റ്യൂഡ്, അതിന്റെ ഉയരത്തെയാണ് are called contour values. കോണ്ടൂർ വാല്യൂസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? പറഞ്ഞോട്ടാ. The altitude marked with the contour lines are called contour values. Altitude marked with each contour lines are called contour values. അതിൽ നിങ്ങളെ വിൽ ബി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 സെന്റൻസ് ആയിട്ട് പറയണം. കേട്ടാ, വിൽ ബി ആഡ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ 2 സെന്റൻസ് ആയിട്ട് പറയണം. അല്ലെങ്കിൽ ഞാൻ മാർക്ക് ചെയ്തത് മാത്രം പറയുകയാണെങ്കിലാണ് കോൾഡ് ആർ കോൾഡ് പറയേണ്ടത്. അല്ലെങ്കിൽ 2 സെന്റൻസ് ആയിട്ട് പറയണം. കേട്ടാ, വിൽ ബി വന്നാൽ അത് അവിടെ ഒരു വേർബായി, അപ്പൊ അത് വേറെ സെന്റൻസ് ആവും. ഒന്നുമില്ല, ദ ആൾട്ടിറ്റ്യൂഡ് വിൽ ബി മാർക്ക്ഡ് വിത്ത് ഈച്ച് കോണ്ടൂർ ലൈൻ, ദീസ് ആർ കോൾഡ് കോണ്ടൂർ വാല്യൂസ് എന്ന് പറയാം. അതല്ലെങ്കിൽ അതിനെ വേർബാക്കാതെ വിൽ ബി ഒഴിവാക്കിയിട്ട് അതിനെ അഡ്ജക്റ്റീവ് ആയിട്ട് തന്നെ പറയാം.
The altitude marked with each contour line are called contour values. Will be ചേർത്ത് പറയുമ്പോൾ രണ്ട് സെപ്പറേറ്റ് സെന്റൻസ് ആക്കണം. Okay. The altitude marked with each contour lines are called contour values. Okay. The altitude marked with each contour lines are called contour values. Okay. The altitude which marked with each contour line is called contour value. Okay. The altitude marked with each contour line called contour value. ഓരോ കോണ്ടൂർ രേഖയോടൊപ്പം അവയുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇതാണ് കോണ്ടൂർ മൂല്യങ്ങൾ. Okay. The altitude marked with each contour line is called contour values. Okay. 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 അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യ വ്യത്യാസത്തെ കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നു. Difference between the value of two adjacent contours is called contour interval. Contour interval. അതായത് ആ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, അഡ്ജസന്റ് കോണ്ടൂർസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വാല്യൂവിന്റെ ഡിഫറൻസ്. ഇവിടെ എത്ര ഡിഫറൻസ് ഉള്ളത്? നമ്മൾ മാത്സിലെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ പഠിക്കുമ്പോൾ കോമൺ ഡിഫറൻസ് കാണില്ലേ, പൊതുവ്യത്യാസം. അതേപോലെ ഒരു പൊതുവ്യത്യാസം ഇവിടെ ഉണ്ടാവും. എത്ര എടുത്ത വ്യത്യാസം എത്രയാ? 100. അപ്പൊ അത് ആ വ്യത്യാസം എല്ലാറ്റിനും അതേപോലെ തന്നെ എഴുതാം. 100 ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ 100 വ്യത്യാസപ്പെടുത്തിയിട്ട് കോമൺ ഡിഫറൻസ് 100 ആയിട്ട് തന്നെ എടുക്കാം. അതിനെയാണ് എന്ത് പറയാ? കോണ്ടൂർ ഇടവേള എന്ന് പറയും, കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറയും. അപ്പൊ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യ വ്യത്യാസത്തെ കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ടു അഡ്ജസന്റ് കോണ്ടൂർസ് is called contour interval. പഠിച്ചോട്ടാ. The difference between the values of adjacent contour is called values of two adjacent contour is called contour interval. Difference between two adjacent contours is called contour intervals. Okay. Difference between the value of two adjacent contours is called contour interval. Difference between the values of two adjacent contours is contour interval. the difference between the value of two adjacent contours is called contour interval. Okay. The difference between the value of two adjacent contours are called contour intervals. Contour interval. Okay. Distance between the value of two adjacent contours is called contour interval. Difference between the value of two adjacent contours. Okay. അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യ വ്യത്യാസത്തെ കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നു. Okay. പറയ്. Okay. Okay. Next question. കോണ്ടൂർ രേഖകളിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാക്കാം. 3 things can be assessed from contour lines. ഒരു കോണ്ടൂർ ലൈനിൽ നമുക്ക് 3 കാര്യങ്ങളാണ് മനസ്സിലാവുക. ഒന്ന് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്, ഭൂപ്രദേശത്തിന്റെ ഉയരം എത്രയെന്ന് അറിയാൻ പറ്റും, എത്ര മീറ്റർ ഉയരണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ നേച്ചർ ഓഫ് ദ സ്ലോപ്പ്, ചെരിവിന്റെ സ്വഭാവം, ആ ചെരിഞ്ഞ് എങ്ങനെയാണോ, നല്ല ചെരിവുണ്ടോ, കുത്തനെയാണോ, അല്ലെങ്കിൽ ചെരിവ് കുറവാണോ, അതൊക്കെ അറിയാൻ പറ്റും. കേട്ടാ, നേച്ചർ ഓഫ് ദ സ്ലോപ്പ്, സ്ലോപ്പിന്റെ ചെരിവിന്റെ സ്വഭാവം അറിയാൻ പറ്റും. പിന്നെ ഭൂരൂപത്തിന്റെ ആകൃതി അറിയാൻ പറ്റും, എങ്ങനെയാണ് അവിടുത്തെ ഭൂമി കിടക്കുന്നത്, അല്ലേ, നിരപ്പാണോ
അല്ലെങ്കിൽ അണ്ടുലേഷൻസ് ഉണ്ടോ, ഉയർച്ച താഴ്ച ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ 3 കാര്യങ്ങളാണ് നമുക്ക് കോണ്ടൂർ രേഖകളിൽ നിന്ന് അറിയാൻ പറ്റുക. 3 തിങ്സ് നമുക്ക് കോണ്ടൂർ രേഖകളിൽ നിന്ന് അറിയാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഭൂപ്രദേശത്തിന്റെ ഉയരം അറിയാം, ചെരിവിന്റെ സ്വഭാവം, ഭൂരൂപത്തിന്റെ ആകൃതി. Altitude of the place, nature of the slope, shape of the landform. Altitude അറിയാം, നേച്ചർ അറിയാം, ഷേപ്പ് അറിയാം. എന്താ ആൾട്ടിറ്റ്യൂഡ്, നേച്ചർ, ഷേപ്പ്, ഈ 3 കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ഉയരം, സ്വഭാവം, ആകൃതി പഠിച്ചോട്ടാ. Altitude of the place, nature of the slope, shape of the landform. Altitude of the place, nature of the slope, shape of the landform. Altitude of the place, nature of slope, shape of landform. Altitude of the flow, nature of the place. Okay. Altitude of the place, nature of the slope, shape of the landform. Altitude of the place, nature of the slope, shape of Altitude of place, nature of slope, shape of landform. Altitude of the place, nature of slope, shape of landform. Okay. Altitude of the place, shape of the landform, nature of the slope. Altitude of the place, nature of the slope, shape of the landform. Okay. Okay. Place, nature of the slope, shape of the land. Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വേണ്ടിവരും. ഇനി ഇതെങ്ങനെ വരയ്ക്കാന്നാണ്. 2 രീതിയിൽ വരയ്ക്കാം, 2 മെത്തഡ് ഉണ്ട്. ഒന്നുകിൽ മാപ്പിൽ നിന്ന് ഒരു പേപ്പർ പീസ് വെച്ചിട്ട് ആ മാപ്പിൽ നിന്ന് ആ ലൈനിന്റെ അവിടെ ഇങ്ങനെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. കണ്ടോ, മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ പേപ്പർ പീസിൽ? കണ്ടില്ലേ? എന്നിട്ട് ആ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ലൈനുള്ള കോണ്ടൂർ വാല്യൂ എഴുതിയെടുക്കുക. മനസ്സിലായ? ഒരു കഷ്ണം പേപ്പർ ഇതാ ഇവിടെ ഒരു കഷ്ണം പേപ്പർ കട്ട് ചെയ്തിട്ട് ആ മാപ്പിന്റെ കോണ്ടൂറിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഓരോ ലൈനിന്റെ അവിടെയും ടിക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ലൈനിന്റെ മുകളിലുള്ള കോണ്ടൂർ വാല്യൂ, കോണ്ടൂർ മൂല്യം അവിടെ ഇങ്ങനെ എഴുതിയെടുക്കുക. എന്നിട്ട് ആ പേപ്പർ ഒരു ഗ്രാഫ് പേപ്പറിൽ വെക്കുക. എന്നിട്ട് അവിടെ 3 ലൈൻ വരയ്ക്കുക. എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുന്ന പോലെ വരയ്ക്കാം. എന്നിട്ട് പേപ്പർ കഷ്ണം അവിടെ വെച്ചിട്ട് ഈ 2 സൈഡിലും അതിന്റെ ഹൈറ്റ് രേഖപ്പെടുത്തുക. സാർ ഒന്നുകൂടി ഒന്ന് പറയോ? പറയാം. ഈ കാണുന്നത് ഇവിടെ റെഡ് കളറിൽ കാണുന്നത് മാപ്പിലുള്ള കോണ്ടൂറാണ്. മാപ്പിലുള്ള കോണ്ടൂറാണ്, കോണ്ടൂർ ലൈൻസ് ആണ് ഇതിൽ കാണുന്നത്. ആ റെഡ് ലൈനിൽ കാണുന്നത്. അതിന്റെ മുകളിൽ നമ്മളൊരു പേപ്പർ കഷ്ണം കട്ട് ചെയ്തിട്ട് വെക്കുക. പീസ് ഓഫ് പേപ്പർ അതിന്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഓരോ കോണ്ടൂർ ലൈനിന്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിലുള്ള വാല്യൂസ് അതിൽ എഴുതിയെടുക്കുക. എന്നിട്ട് അത് ഒരു പേപ്പറിൽ വെച്ചിട്ട് അതില് ഈ 3 ലൈൻസ് വരയ്ക്കാം. എന്നിട്ട് അതിന്റെ താഴെ AB എന്ന് കാണുന്നില്ലേ, അവിടെ പേപ്പർ വയ്ക്കുക. എന്നിട്ട് ഇതില് മാർക്ക് ചെയ്യുക, ഹൈറ്റുകൾ മാർക്ക് ചെയ്യുക 2 സൈഡിലും. ഇപ്പൊ ഇവിടെ 500 മീറ്റർ ആണെങ്കിൽ ഇപ്പുറത്തും 500 മീറ്റർ വരും. 2 സൈഡിലും മാർക്ക് ചെയ്യാം. 600 മീറ്റർ ആണെങ്കിൽ ഇപ്പുറത്തും 600 മീറ്റർ, 700, 700, 800, 800, 900, 900, 1000, 1000. അങ്ങനെ വാല്യൂസ് 500ലാണ് തുടങ്ങുന്നതെങ്കിൽ 500 മുതൽ മാർക്ക് ചെയ്യാം, 1000 വരെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് പെൻസിൽ ഉപയോഗിച്ച് ഡോട്ട് ഇടാം. 500ന്ന് പറയും. ഞാൻ ലെഫ്റ്റ് ആവട്ടെ? ജില്ലയാണോ? ആ മാഷേ, കാറ്റീസ് ഉണ്ട്. എപ്പോഴാ കാറ്റീസം? 7:20 ആണോ?
ആ ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കഴിയാ കാറ്റീസും കുർബാനൊക്കെ? അതൊരു 11:30 ഓക്കെ. അപ്പൊ ഞാനേ വൈകിട്ടൊരു ക്ലാസ് ഇടാൻ പറ്റുമോ നോക്കും കുറച്ചു നേരം. നിങ്ങൾക്ക് മിസ്സാവുന്നവർക്കേ മിസ്സാവുന്നവരൊന്നും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഞാൻ ഈവനിങ്ങിലായിട്ടൊരു ക്ലാസ് ഇതിന് മിസ്സിംഗ് ആയിട്ടുള്ള ക്ലാസ് ഇടാൻ നോക്കാം. ഇടാ? ഓക്കെ, ഞാൻ മെസ്സേജ് ചെയ്യാം എപ്പോഴാന്നുള്ളത് മെസ്സേജ് ചെയ്യാം. അപ്പോ കാറ്റീസ് അങ്ങനെ കുർബാന അങ്ങനെയുള്ളവര് ലെഫ്റ്റ് ആയിക്കോ, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങള് അപ്പൊ ഞാൻ ഈവനിങ്ങിൽ അത് എടുത്തുതരാം. ഓക്കെ, ശരി. ഓക്കെ ഓക്കെ. കാറ്റീസ് ഉള്ളവർ ലെഫ്റ്റ് ആണോ എനിക്കൊന്ന് മെസ്സേജ് അയച്ചിടണം. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം എപ്പോഴാണ് വൈകിട്ട് ക്ലാസ് എന്നുള്ളത് മെസ്സേജ് ഇടാം. ഓക്കെ, വെൽക്കം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത കാര്യം ഇത്രയുള്ള ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിന്റെ മുകളിൽ കോണ്ടൂർ വാല്യൂസ് എഴുതിയെടുത്തു. എന്നിട്ട് പേപ്പറിൽ വെച്ചിട്ട് ലൈൻ വരച്ചു. എന്നിട്ടത് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തു. എന്നിട്ട് ഡോട്ട് ഇട്ടു. 500 മീറ്ററിന് 500 മീറ്ററിലേക്ക് തന്നെ ഡോട്ട് ഇട്ടു. 600 600 രണ്ട് സൈഡിലും ഇടണം. 700 700 800 800 അങ്ങനെ ഡോട്ടുകള് അത് തമ്മിൽ കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കണം കേട്ടാ. 500 മീറ്ററിന് 500 മീറ്റർ ലൈൻ വരയ്ക്കണം. 600 600 എന്നിട്ട് ആ ലൈനുമേൽക്കാണ് കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അത് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ ഹൈറ്റ് കിട്ടും. ആ ഭൂപ്രദേശത്തിന്റെ ഉയരം, ചെരിവൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു മൗണ്ടൻ ഫോം ചെയ്തില്ലേ? മാപ്പിൽ ഇത് ഇങ്ങനെ വട്ടത്തിലെ വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു മൗണ്ടൻ ഉണ്ടായിരുന്നത്. ഇത് ഡയറക്ട്ലി ഫ്രം ദ കോണ്ടൂർസ് എന്നാണ് ഈ മെത്തേഡ് പറയാ. ഡയറക്ട്ലി ഫ്രം കോണ്ടൂർസ് എന്നാണ് ഈ മെത്തേഡ് പറയാ. മനസ്സിലായ ഈ മെത്തേഡ് എന്താന്ന് മനസ്സിലായ? ഓക്കെ. ഇനി രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്. ഇത് നമ്മൾ മുകളിലേക്കാണ് ലൈൻ വരച്ചത്. ഇനി രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്. അത് താഴത്തേക്കാണ് ലൈൻ വരിക. ട്രേസ് പേപ്പർ എടുത്തിട്ട് ഇത് വരച്ചെടുക്കുക. മറ്റേത് ട്രേസ് പേപ്പറിൽ വരച്ചില്ലല്ലോ, പേപ്പറിൽ വാല്യൂ മാത്രമേ എഴുതിയെടുത്തുള്ളൂ. ഇത് ട്രേസ് പേപ്പർ എടുത്തിട്ട് ഇത് മൊത്തം വരച്ചെടുക്കുക. എന്നിട്ട് ആ ട്രേസ് പേപ്പർ ഒരു പേപ്പറിൽ വെച്ചിട്ട് ആ പേപ്പറിലും ഇത് വരയ്ക്കുക. മാപ്പിൽ ട്രേസ് പേപ്പർ വെച്ചിട്ട് ഇത് വരച്ചെടുക്കുക. എന്നിട്ട് പേപ്പറിലേക്ക് അത് നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുമല്ലോ. ട്രേസ് എടുത്ത് പിന്നെ പേപ്പറിൽ വരയ്ക്കാൻ പറ്റും. ഇത് പേപ്പറിൽ ഇത് വരച്ചെടുത്തിട്ട് അതിന്റെ സെന്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. AB എന്നുള്ളൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് താഴേക്ക് 2 ലൈൻ കൊടുക്കുക. നേരത്തെ മുകളിലേക്കല്ലേ വരച്ച്, ഇത് താഴേക്ക് 2 ലൈൻ വരയ്ക്കുക. എന്നിട്ട് വാല്യൂസ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. വാല്യൂസ് മാർക്ക് ചെയ്യാം. 100 മുതൽ 100 200 300 400 500 600 രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് അവ തമ്മിൽ ലൈൻ വരച്ചിട്ട് യോജിപ്പിക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഡോട്ട് ഇട്ട് കണക്ട് ചെയ്യാം. എങ്ങനെ? 600 600 രണ്ടാമത്തത് 200 200 300 അങ്ങനെ എല്ലാം കണക്ട് ചെയ്യാം. 100 100 200 200 300 300 400 500 600 അങ്ങനെ ഡോട്ട് ഇട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് അവ തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുക. സ്മൂത്ത് കർവ് ഇങ്ങനെ വരച്ചിട്ട് യോജിപ്പിക്കുക. ഒഴുക്കൻ വരകൾ വരച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കല്ല, പെൻസിലോട് ഇങ്ങനെ ഒഴുക്കനായിട്ട് വരയ്ക്കണം. സ്മൂത്ത് കർവായിട്ട് ഇങ്ങനെ വരച്ചിട്ട് യോജിപ്പിക്കുക. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പൊ ആദ്യത്തെ മെത്തേഡില് പേപ്പർ പീസ് വെച്ചിട്ട് വാല്യൂ മാത്രം എഴുതിയെടുത്തു. എന്നിട്ട് ആ പേപ്പർ വെച്ചിട്ട് ഒരു 3 ലൈൻ വരച്ച് ആ വാല്യൂസ് തമ്മിൽ രേഖകൾ കൊണ്ട് യോജിപ്പിച്ചിട്ട് അതിലേക്ക് ഡോട്ട് ഇട്ട് യോജിപ്പിച്ചപ്പോ നമുക്ക് അതിന്റെ ഉയരം കിട്ടി. ചെരിവും ഉയരമൊക്കെ മനസ്സിലായി. അതിന്റെ ആകൃതി, ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റി. രണ്ടാമത്തേല് ട്രേസ് പേപ്പർ വെച്ചിട്ട് ബൈ ട്രേസിങ് ഔട്ട് ദ കോണ്ടൂർ ലൈൻസ് ട്രേസ് ചെയ്യാം. ട്രേസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ അത് വരച്ചെടുത്തു. എന്നിട്ട് അത് വേറെ പേപ്പറിലേക്ക് വരച്ചിട്ട് സെന്ററിൽ ഒരു രേഖ വരച്ചിട്ട് അതിന് താഴേക്ക് 2 ലൈൻ വരച്ചു. എന്നിട്ട് അതിന്റെ വാല്യൂസ് 2 സൈഡിൽ എഴുതി അവ തമ്മിൽ യോജിപ്പിച്ചു. എന്നിട്ട് ഡോട്ട് ഇട്ടിട്ട് അവ കണക്ട് ചെയ്തു. എന്നിട്ട് ഒഴുക്കൻ രേഖകൾ, സ്മൂത്ത് കർവ്സ് വരച്ചിട്ട് അതിനെ
അതിന്റെ ഷേപ്പ് നമുക്ക് കിട്ടി. മനസ്സിലായ? ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇത് വരയ്ക്കുക, കോണ്ടൂർ ലൈൻസ് വരയ്ക്കുക. അപ്പൊ നിങ്ങളൊന്ന് വരച്ചു നോക്കുക. വരച്ചിട്ട് എനിക്ക് അയച്ചു, ഇത് രണ്ടും ഒന്ന് വരച്ചു നോക്കിയിട്ട് അയച്ചു തരാം കേട്ടാ. ഞാൻ അടുത്ത ക്ലാസ്സിൽ എങ്ങാനും അവിടെ ബോർഡിൽ ക്ലാസ് എടുക്കുമ്പോൾ അത് വരച്ച് കാണിച്ചു തരാം. അടുത്ത ക്ലാസ് മിക്കവാറും നിങ്ങൾക്ക് ഉച്ചക്കായിരിക്കും. അവിടെ ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ ആയിരിക്കും ഓൺലൈനിൽ എടുക്കുക. ബോർഡിൽ വരച്ച് കാണിച്ചു തരാം. എല്ലാവർക്കും അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. 2 മണി മുതലുള്ള ഒരു ടൈമിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ ഒരു ഇഷ്യൂസ് ഒഴിവാക്കാം. രാവിലെ കാറ്റീസം അതുപോലെ പള്ളിയിൽ പോകുന്നതൊക്കെ ഒരു ക്ലാഷ് ഒഴിവാക്കാം. നെക്സ്റ്റ് വീക്ക് മുതൽ അങ്ങനെ എടുക്കാം, 2 മണിക്ക് ശേഷം എടുക്കാം. അടുത്തത് ഇന്റർവിസിബിലിറ്റി. ഇന്റർവിസിബിലിറ്റി ഇന്റർവിസിബിലിറ്റി നേർക്കാഴ്ച. ഇന്റർവിസിബിലിറ്റി നേർക്കാഴ്ച. രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ദൃശ്യമാണെങ്കിൽ അവ തമ്മിൽ നേർക്കാഴ്ചയിലാണെന്ന് പറയാം. രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ദൃശ്യമാണോ നോക്കണം. അതായത് മൊബൈൽ ടവറും വൈദ്യുതി പോസ്റ്റുകളൊക്കെ ഒരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ മാപ്പിൽ ഇതുപോലെ അത് പരിശോധിക്കും. മാപ്പിൽ നോക്കിയിട്ടാണ് അത് വെക്കുക. കാരണം രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ നേർക്കാഴ്ച ഉണ്ടെങ്കിലാണ് ടവറൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ എല്ലായിടത്തേക്കും റേഞ്ച് കിട്ടില്ല. അപ്പൊ എവിടേക്കൊക്കെ റേഞ്ച് കിട്ടും, മൊബൈൽ ടവറിന്റെ റേഞ്ച് എങ്ങോട്ട് കിട്ടുന്നൊക്കെ അറിയാനും, പിന്നെ രണ്ട് ടവറുകൾ തമ്മിൽ കണക്ട് ചെയ്യാനും, അതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ നേർക്കാഴ്ച നോക്കണം. കാരണം രണ്ട് സ്ഥലത്ത് ഇപ്പൊ ഇലക്ട്രിക് പോസ്റ്റ് വയ്ക്കുമ്പോഴേ അതിന്റെ ഇടയിൽ ഒരു കുന്നോ മലയോ വന്നു കഴിഞ്ഞാൽ പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് ഇത് പരിശോധിക്കും. ഇന്റർവിസിബിലിറ്റി പരിശോധിക്കും. അത് നോക്കാം, ഇന്റർവിസിബിലിറ്റി പരിശോധിക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് സ്കൂളിലെ ഹിസ്റ്ററി നമ്മൾ ഏതാ സ്കിപ്പ് ചെയ്ത ലെസൺ? 5th ആണോ? 5ാം പാഠം സ്കൂളിൽ എടുത്താ? രണ്ടാം ഭാഗം എടുത്തില്ല. 2ാം ഭാഗം തുടങ്ങി. 5ാം പാഠം എത്തിയിട്ടുള്ളൂ, കഴിയാറാണ്. 5ാം പാഠം എടുക്കുന്നുണ്ട് അല്ലേ? ടെക്സ്റ്റ് ഫുള്ള് കഴിഞ്ഞാ? അതെ, ഓടിച്ചെടുക്കാണോ? സാറ് ഈ ഭാഗം ഒന്നും സ്കൂളിൽ എടുത്തില്ല. ഒരു ക്ലാസ്സിൽ 2 പാടാ. ഓക്കെ, 5ാമത്തെ ചാപ്റ്റർ ചിലപ്പോൾ ഒഴിവാക്കപ്പെടാം എന്നുള്ളൊരു ചാപ്റ്ററാണത്. ഇപ്പൊ നിങ്ങളുടെ സോഷ്യലില് ചോയ്സ് ഉണ്ട്. 1, 2 പാഠം ചോയ്സ് ആണ്. 2ന്റെ ക്വസ്റ്റ്യൻ ഓറായിട്ട് വരുള്ളൂ. 1ാം പാഠത്തിലത്തെ ഒരു എസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓറ് 2ാം പാഠത്തിൽ എസ് ആയിരിക്കും. അതുപോലെ ഫോക്കസ് ഏരിയ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 5ാമത്തെ പാഠം കട്ടാവും. അപ്പൊ സ്കൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ഒഴിവാകുന്നില്ല എന്നർത്ഥം. അപ്പൊ ഞാനിനി പുതിയ ടെക്സ്റ്റില് ഇനി നമുക്ക് 7ാമത്തെ ചാപ്റ്ററല്ലേ എടുക്കേണ്ടത്. അത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അത് ഫോക്കസ് ഏരിയ വന്നാലും കട്ടാവാത്തതാണ്. ഓക്കെ, അപ്പൊ ഇത് നോക്കാം.
രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ അതിനെന്താ പറയാ? നേർക്കാഴ്ച എന്ന് പറയാം. എന്താ? രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ അവ തമ്മിൽ നേർക്കാഴ്ചയിലാണെന്ന് പറയാം. രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ അവ തമ്മിൽ നേർക്കാഴ്ചയിലാണെന്ന് പറയാം. ഇനി ഇതെന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? വൈദ്യുതി പോസ്റ്റുകള്, മൊബൈൽ ടവറുകള്, വയർലെസ് ട്രാൻസ്മിഷൻ ടവറുകള്, ഇതൊക്കെ സ്ഥാപിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ ലൈൻ മാത്രം പറഞ്ഞാൽ മതി കേട്ടാ. നേർക്കാഴ്ച എന്നുള്ള ലൈൻ മാത്രം പറഞ്ഞാൽ മതി, മറ്റേ മനസ്സിലാക്കിയാൽ മതി. If any two places are mutually visible, then these places are intervisible. If any two places are mutually visible, രണ്ട് പ്ലേസുകൾ തമ്മിൽ മ്യൂച്വലി വിസിബിൾ ആണെങ്കിൽ, പരസ്പരം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, then these places are intervisible. അപ്പൊ ഈ രണ്ട് പ്ലേസുകൾ ഇന്റർവിസിബിൾ ആണ്. It is applied for erecting electric posts, mobile towers and wireless transmission towers. ഇലക്ട്രിക് പോസ്റ്റും മൊബൈൽ ടവറും വയർലെസ് ട്രാൻസ്മിഷൻ ടവറൊക്കെ ഇറക്റ്റ് ചെയ്യാനാണ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറക്റ്റ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന വാക്കാണ്. ഇറക്റ്റും ഇൻവെർട്ടഡും അല്ലെ? ഇമേജസിൽ പഠിക്കുന്നില്ലേ? ഇറക്റ്റ് നിവർന്നത്. ഇവിടെ വേർബായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. If any two places are mutually visible, then these places are intervisible. ആ ലൈൻ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ If any two places are mutually visible, then these places are intervisible. Okay. If any two places are mutually visible, then these places are intervisible. If any two places are mutually visible, then these places are intervisible. If any two places are mutually visible, then these places are intervisible. സാർ പറയട്ടെ? ഹലോ, സാറ്
ഓക്കെ, ഇതെല്ലാരും പറഞ്ഞ? ഇല്ല, പറയട്ടെ. ആ, 2 സ്ഥലങ്ങൾ തമ്മിൽ പറഞ്ഞോ. രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ അവ തമ്മിൽ നേർക്കാഴ്ചയിലാണെന്ന് പറയാം. ആരാ? ആ, ഓക്കെ. വൈകിട്ട് ഇടാട്ടാ ക്ലാസ്. ഓക്കെ. If any two places are, പറയ്. If any two places are mutually visible, then these places are interlocuting. Okay. സാർ പറയട്ടെ? പറയ്. 2 സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ അവയെ നേർക്കാഴ്ചയിലായിരിക്കും. ഓക്കെ. Sorry, if any two places are mutually visible, then these places are indivisible. Okay. പറയ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടാ, 2 സ്ഥലങ്ങൾ തമ്മില് PQRS 4 സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിയും ക്യൂവും തമ്മില് ഇന്റർവിസിബിലിറ്റി ഇല്ല, നേർക്കാഴ്ച ഇല്ല. നോട്ട് ഇന്റർവിസിബിൾ ആണ്. കാരണം എന്താ? അവിടെ ഉയർന്ന സ്ഥലം വന്നിട്ടുണ്ട് അല്ലേ? പിയും ക്യൂവും തമ്മില് എന്താ അതിന്റെ ഇടയിൽ ഹൈറ്റ് ഉള്ള ഒരു സ്ഥലം വന്നിട്ടുണ്ട്. അപ്പൊ ഇന്റർവിസിബിൾ അല്ല, അവിടെ കാണാൻ പറ്റില്ല. പിയും ആറും തമ്മില് നോട്ട് ഇന്റർവിസിബിൾ ആണ്, നേർക്കാഴ്ചയില്ല. എന്നാൽ ആറും എസും തമ്മിൽ നേർക്കാഴ്ച ഉണ്ട്. അവിടെ ഒരു കുഴിയുള്ളത്, താഴ്ചയുള്ളത്, പൊന്തിയിട്ടല്ല അല്ലേ? അപ്പൊ ഇന്റർവിസിബിൾ ആണ്, നേർക്കാഴ്ച ഉണ്ട്. അതുപോലെ മുകളിലുള്ള 2 സ്ഥലങ്ങള് ക്യൂവും ആറും ഇന്റർവിസിബിൾ ആണ്, നേർക്കാഴ്ച ഉണ്ട്. 2 മുകളിലുള്ളത്. അപ്പൊ ആ 2 സ്ഥലത്ത് ടവർ വെച്ചാലോ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് വെച്ചാലോ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് ഭൂപടങ്ങളുടെ പഠനവും വിശകലനവും 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഭൂപടത്തിലെ വിവരങ്ങളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്.
പ്രാഥമിക വിവരം, പ്രൈമറി ഇൻഫോർമേഷൻ, ഭൗതിക സവിശേഷതകൾ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, സാംസ്കാരിക സവിശേഷതകൾ, കൾച്ചറൽ ഓർ മാൻമെയ്ഡ് ഫീച്ചേഴ്സ്. അങ്ങനെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഭൂപടങ്ങളിലെ സവിശേഷതകളെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? പ്രാഥമിക വിവരങ്ങൾ, ഭൗതിക സവിശേഷതകള്, സാംസ്കാരിക സവിശേഷതകള്. ഓക്കെ. Study and interpretation of topographic maps can be done in different stages as mentioned below. മാഷി അപ്പഴ ക്ലാസ് കഴിയാ? ക്ലാസ് ഇത് കഴിയാറായി, ഒരു 5 മിനിറ്റ് കൂടി. ഫീച്ചേഴ്സ് ധരാതലീയ ഭൂപടത്തിൽ നിന്ന് ലഭ്യമാകുന്ന 3 തരം സവിശേഷതകളേവ. അല്ലെങ്കിൽ ധരാതലീയ ഭൂപട സവിശേഷതകളെ എത്രയായി തരംതിരിക്കാം അവയവ. ഫീച്ചേഴ്സ് ഇൻ ടോപ്പോഗ്രാഫിക് മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 അല്ലേ? 3 തരംതിരിക്കാം. ഇതിലെ ഫീച്ചേഴ്സിന് 3 തരംതിരിക്കാം. 3 kinds of features in topographic maps. ഏതൊക്കെ ഫീച്ചേഴ്സ് ഉള്ളത്? ഏതൊക്കെ ഇൻഫോർമേഷൻസ് ഉള്ളത്? 3 kinds of informations. Primary information, പ്രാഥമിക വിവരങ്ങൾ, പ്രൈമറി ഇൻഫോർമേഷൻ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, കൾച്ചറൽ ഫീച്ചേഴ്സ്. ഇങ്ങനെ 3 തരംതിരിക്കാം. പ്രൈമറി, ഫിസിക്കൽ, കൾച്ചറൽ. പ്രൈമറി, ഫിസിക്കൽ, കൾച്ചറൽ. പ്രാഥമികം, ഭൗതികം, സാംസ്കാരികം. ഇങ്ങനെ 3 തരംതിരിക്കാം. പഠിച്ചാ? പറയാം. പ്രാഥമിക വിവരങ്ങൾ, ഭൗതിക സവിശേഷതകൾ, സാംസ്കാരിക സവിശേഷതകൾ. Primary information, physical features, cultural features. Primary information, natural features, man-made features. Okay. Primary information, physical features, cultural features. Okay. Primary information, physical features, cultural features. Okay. പ്രാഥമിക വിവരങ്ങൾ, ഭൗതിക സവിശേഷതകൾ, സാംസ്കാരിക സവിശേഷതകൾ. Okay. Primary information, physical features, cultural features. Okay. Primary information, physical features, cultural features. Okay. ഇനി എന്താണ് പ്രൈമറി ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മാർജിനൽ ഇൻഫോർമേഷൻ എന്നാൽ എന്ത്? പ്രാഥമിക വിവരങ്ങൾ എന്നാൽ എന്ത്? പ്രാഥമിക വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവിവരങ്ങൾ. ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങൾ. നമ്പർ, പേര്, അക്ഷാംശ, രേഖാംശ സ്ഥാനം, ഈസ്റ്റിങ്സിന്റെയും നോർത്തിങ്സിന്റെയും മൂല്യങ്ങൾ, കോണ്ടൂർ ഇടവേള, വർഷം, അതുപോലെ ഏജൻസിയുടെ പേര്, ആരുണ്ടാക്കി എന്നൊക്കെയുള്ള പേര്, ഇതൊക്കെ അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും. മാപ്പിന്റെ പുറത്ത് എഴുതിയിട്ടുള്ളതൊക്കെ എന്താണ്? പ്രാഥമിക വിവരങ്ങളാണ്. മാപ്പിന് പുറത്ത് എഴുതിയിട്ടുള്ളതൊക്കെ പ്രാഥമിക വിവരങ്ങളാണ്.
പ്രാഥമിക വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ധരാതലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങൾ. ഇതാണ് പ്രാഥമിക വിവരങ്ങൾ. The general information given outside the margins in topographic maps. Topographic mapile general information given outside the margins. General information given outside the margins. Margin പുറത്തുള്ള general information in topographic maps. Marginal, അതാണ് marginal. മാർജിന്റെ പുറത്തുള്ളത് marginal. അതിൽ നമ്പർ, ടോപ്പോഷീറ്റ് നമ്പർ ഉണ്ടാവും, നെയിം ഓഫ് ദ ഏരിയ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, വാല്യൂസ് ഓഫ് നോർത്തിങ്സ് ആൻഡ് ഈസ്റ്റിങ്സ്, കോണ്ടൂർ ഇന്റർവൽ, ഇയർ, അതുപോലെ ഏജൻസി, ഇതെല്ലാം അതിലുണ്ടാവും. ഏജൻസിയുടെ പേര്, ഇതെല്ലാം മാർജിനൽ ഇൻഫോർമേഷൻസ് ആണ്. പറയും പ്രാഥമിക വിവരങ്ങളല്ലേ? ആ, ധരാതലീയ ഭൂപടങ്ങളുടെ മാർജിനുകൾക്ക് പുറത്തായിട്ട് ഭൂപടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, പൊതുവിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനെയാണ് പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. General information given outside the margin in the topographic map is called primary information. Okay. The general information given outside the margins in topographic maps is known as marginal or primary information. Okay. The general information given outside the margins ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളാണ്. ഓക്കെ. സാറ് പറയ്. ഞാൻ ലെഫ്റ്റ് ആവട്ടെ? ആരാ? ജാസ്മിൻ സി കെ. കാറ്റീസ് ഉണ്ടാ? ആ. ഓക്കെ. മാഷ് ആ, ലെഫ്റ്റ് ആവട്ടെ? കേറ്റീസ് ഉണ്ട്. ആരാ? അനിറ്റ. ആ, ഓക്കെ. ആ, ഇത് കഴിയാറായി. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. ഞാൻ ഇത് PDF ഇടാം. വൈകിട്ട് ഒരു ക്ലാസ് വയ്ക്കാൻ നോക്കാം. നമ്പർ 67 പ്രാഥമിക വിവരങ്ങളുടെ സൂചനകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് തന്നിട്ടില്ലേ? അത് പഠിക്കേണ്ടി വരുമോ? ട്രോപ്പോഷീറ്റിന്റെ ഉയരം എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിയാൽ മതി. എക്സാം ചോദിക്കില്ല അല്ലെ? എക്സാമിന് ഇപ്പോ പ്രാഥമിക വിവരങ്ങളിൽ പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്പർ, പേര്, അക്ഷാംശ, രേഖാംശം, ഈസ്റ്റിങ്സിന്റെ നോർത്തിങ്സിന്റെ മൂല്യങ്ങള്, കോണ്ടൂർ ഇടവേള, ഇതൊക്കെ എന്താണ്? വർഷം, ഏജൻസി, മനസ്സിലാക്കിയാൽ മതി. അടുത്ത ഭൗതിക സവിശേഷതകള്. ഭൗതിക സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നാച്ചുറൽ ആയിട്ടുള്ളത്. ജലാശയങ്ങള്, വിവിധ ഭൂരൂപങ്ങള് തുടങ്ങിയവയാണ് ഭൗതിക സവിശേഷതകള്. ജലാശയങ്ങൾ, വിവിധ ഭൂരൂപങ്ങൾ, ഇതിനാണ് ഗ്രിഡ് റെഫറൻസ് കൊടുക്കുക, അല്ലേ?
Physical features, physical or natural features. Water bodies as well as different landforms are physical features in topographic maps. ജലാശയങ്ങൾ വിവിധ ഭൂരൂപങ്ങൾ തുടങ്ങിയവയാണ് ധരാതലീയ ഭൂപടങ്ങളിലെ ഭൗതിക സവിശേഷതകൾ. വാട്ടർ ബോഡീസ് as well as different landforms. Water bodies and different landforms are the physical features in topographic maps. Water bodies and the different landforms are physical features in topographic maps. Water bodies different landforms are physical features. Correct. Water bodies as well as the different landforms are physically features of topographic mapping. left out. ഒരു മിനിറ്റ് ആരെ ലെഫ്റ്റ് ആവെന്ന് പറഞ്ഞേ? ഹിമ. കാറ്റീസ് ഉണ്ട് അല്ലേ? കഴിയാറായി. ഇപ്പൊ ഇവിടെ അപ്പൊ ലെഫ്റ്റ് വെക്കാം. PDF ഇട്ടരാട്ടാ. വൈകിട്ട് ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇടാം. ഓക്കെ ശരി, ലെഫ്റ്റ് ആയിക്കോ. പറയേ. Different landforms are topographic maps. Okay. വേണ്ട, മിസ്സായൊരു കയറിയാൽ മതി. അപ്പൊ ജലാശയങ്ങൾ വിവിധ ഭൂരൂപങ്ങൾ തുടങ്ങിയവയാണ് ഭൗതിക സവിശേഷതകൾ. വാട്ടർ ബോഡീസ് ആൻഡ് ഡിഫറെന്റ് ലാൻഡ്ഫോംസ് ആർ ഫിസിക്കൽ ഫീച്ചേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതിലെന്തൊക്കെയാ? നദി, നദിയുടെ ദിശ, വനപ്രദേശം, അതുപോലെ കുറ്റിക്കാട്, ഇതൊക്കെയാണ് എന്ത് ഭൗതിക സവിശേഷതകൾ അല്ലേ? പ്രകൃതിയിലുള്ളതൊക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്, ഭൗതിക സവിശേഷതകളാണ്, നാച്ചുറൽ ആണ്. ഇനി സാംസ്കാരിക സവിശേഷതകൾ എന്തായിരിക്കും? സാംസ്കാരിക എന്താ? മനുഷ്യനിർമ്മിതം. കൾച്ചറിൽ എന്ന് വെച്ചാൽ മനുഷ്യനിർമ്മിതം, മാൻമെയ്ഡ് കേട്ടാ. ഇതും ഗ്രിഡിൽ കണ്ടെത്താൻ പറ്റും, ഗ്രിഡ് ഉപയോഗിച്ച് രേഖപ്പെടുത്താൻ പറ്റും. ധരാതലീയ ഭൂപടങ്ങളിലെ മനുഷ്യനിർമ്മിത സവിശേഷതകളാണ് പാർപ്പിടങ്ങൾ, റോഡുകൾ, അതിർത്തികൾ, ആരാധനാലയങ്ങൾ, കൃഷിയിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, പാലം, കിണർ, കുഴൽക്കിണർ. ഇതാണ് സാംസ്കാരിക സവിശേഷതകൾ കേട്ടാ, മനുഷ്യനിർമ്മിത സവിശേഷതകൾ. ആരാ? ഓക്കെ. ലാസ്റ്റ് പോയിന്റ് ആണ് കൾച്ചറൽ ഫീച്ചേഴ്സ്. Settlements, different types of roads, boundaries, place of worship, agricultural lands, post office, police station, bridges, wells and tubes. Wells and tube wells are few cultural features. ഇതൊക്കെയാണ് cultural features. Settlements, roads, boundaries, places of worship, agricultural lands, post office, police station, bridges, wells, tube wells are cultural features. Settlement, different type of road, boundaries,
places of worship, agricultural land, post office, police station, bridge, well, and tubewell are cultural features. Okay. Settlements, different types of road boundaries, places of worship, agriculture land, post office, police station, bridges, wells, and well tubes are the features of the cultural features of the townships. Settlements, different types of roads, boundaries, places of worship, agricultural land, post office, police station, bridges, wells and tube wells are a few cultural features. Okay. ഇതൊക്കെയാണ് സാംസ്കാരിക സവിശേഷതകൾ. മനുഷ്യനുണ്ടാക്കിയതല്ല, മനുഷ്യനിർമ്മിത സവിശേഷതകൾ, മാൻമെയ്ഡ് ഫീച്ചേഴ്സ്. സെറ്റിൽമെന്റ്സ് എന്ന് പറഞ്ഞാൽ പാർപ്പിടങ്ങള്, റോഡുകൾ, അതിർത്തികൾ, ബൗണ്ടറീസ്, ആരാധനാലയങ്ങള്, പ്ലേസ് ഓഫ് വർഷിപ്പ്, സാർ പറയട്ടെ? പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ബ്രിഡ്ജസ്, വെൽസ്, ട്യൂബ് വെൽസ്, ഇതൊക്കെ പറയും. ധരാതലീയ ഭൂപടങ്ങളിലെ ചില മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകളാണ് പാർപ്പിടങ്ങൾ, ആരാധനാലയങ്ങൾ, വിവിധ തരം റോഡുകൾ, അതിർത്തികൾ, കിണർ, കുഴൽ കിണർ, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, കൃഷിയിടങ്ങൾ മുതലായവ. Okay.